ഹലോ ഡിയേഴ്സ്, രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞാൽ ഉച്ചയ്ക്ക് ചോറിന് എന്ത് കറി ഉണ്ടാക്കുമെന്നുള്ള ചിന്തയിലായിരിക്കും എല്ലാവരും. അപ്പോൾ ചോറിൻ്റെ കൂടെ കഴിക്കാൻ നല്ലൊരു സൈഡ് ഡിഷാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ പോകുന്നത്. നമ്മുടെ കൈകളിലുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ കൊണ്ട് തന്നെ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം, എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാം. പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അത്രയും രുചിയുള്ള ഒരു കറിയാണിത്. മത്തങ്ങയും കുമ്പളങ്ങയും കൂടി ചേർത്തുള്ള ഒരു പുളിങ്കറിയാണ്. ഈ ഒരു കറി മാത്രം മതി നമുക്ക് വയറ് നിറച്ച് ചോറുണ്ണാൻ. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഞാനിവിടെ 150 ഗ്രാം മത്തങ്ങയും 150 ഗ്രാം തന്നെ കുമ്പളങ്ങയും എടുത്തിട്ടുണ്ട്. കുറച്ച് വലിയ കഷ്ണങ്ങളാക്കിയാണ് അരിഞ്ഞിരിക്കുന്നത്. ഒത്തിരി ചെറുതാക്കി കഴിഞ്ഞാൽ മത്തങ്ങ കഷ്ണങ്ങളൊക്കെ വെന്തുടഞ്ഞു പോകും. ഇത് കഷ്ണങ്ങൾ അധികം വേകാതെ ഇരിക്കണം, അതാണ് ഈ കറിയുടെ പ്രത്യേകത. ഇനി നമുക്ക് കുറച്ച് മസാല ചൂടാക്കി പൊടിക്കാനുണ്ട്. അതിനു വേണ്ടി 1/4 ടീസ്പൂൺ ഉലുവ ഒരു പാത്രത്തിലേക്ക് എടുക്കുക. 3 ടീസ്പൂൺ മുഴുവൻ മല്ലി എടുക്കുക. ഇനി ഇതിലേക്ക് 3 ടീസ്പൂൺ തന്നെ ചോറ് വയ്ക്കുന്ന പുഴുക്കലരിയില്ലേ, അതെടുക്കുക. നിങ്ങൾ വെള്ളരി ആണെങ്കിൽ നിങ്ങൾ അതെടുക്കുക. കുത്തരി ആണെങ്കിലും കുഴപ്പമില്ല. 3 ടീസ്പൂൺ കുത്തരി എടുക്കുക. പിന്നെ ഒരു 4 വറ്റൽമുളകും കൂടി ഞാൻ എടുത്തിട്ടുണ്ട്. ഞാൻ ഇവിടെ കുറച്ച് കഷ്ണങ്ങളാണ് എടുത്തിരിക്കുന്നത്, അതുകൊണ്ട് 4 വറ്റൽമുളക് മതിയാകും. ഇനി ചൂടായ പാനിലേക്ക് നമ്മൾക്ക് ഈ വറ്റൽമുളക് ഒഴിച്ചുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. മീഡിയം ഹീറ്റിൽ നല്ലതുപോലെ ഇളക്കി കൊടുത്ത് ഫ്രൈ ചെയ്യുക. ഒരു 2 മിനിറ്റൊക്കെ കഴിയുമ്പോഴേക്കും ഇതെല്ലാം നന്നായിട്ട് പൊട്ടാൻ തുടങ്ങും. ഉലുവയും മല്ലിയും അതുപോലെ അരിയും എല്ലാം നല്ലതുപോലെ പൊട്ടി വരും. ഇതെല്ലാം പൊട്ടി തുടങ്ങി ഏകദേശം പകുതിയിലധികം പൊട്ടിക്കഴിയുമ്പോഴേക്കും ഇതിലേക്ക് വറ്റൽമുളക് ചേർക്കാം. ലോ ഫ്ലെയിമിലോട്ട് മാറ്റിയിട്ട് വേണം വറ്റൽമുളക് ചേർക്കാൻ, അല്ലെങ്കിൽ പെട്ടെന്ന് അത് കരിഞ്ഞു പോകും. ഇപ്പോൾ പകുതിയിലധികം പൊട്ടിക്കഴിഞ്ഞിട്ടുണ്ട്. ഇനി വറ്റൽമുളക് ചേർത്തിട്ട് ലോ ഫ്ലെയിമിൽ 2-3 പ്രാവശ്യം ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം സ്റ്റൗ ഓഫ് ചെയ്യാം. ഇനി ഈ പാനിൻ്റെ ചൂടിൽ തന്നെ ഈ മുളക് പാകത്തിന് ഫ്രൈ ആയി കിട്ടും. ഇപ്പം മുളകെല്ലാം നല്ലതുപോലെ ഫ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്കിത് തണുത്തിട്ട് മിക്സിയിൽ പൊടിച്ചെടുക്കണം. ഈ ചൂടായ മസാലയിലേക്ക് കുറച്ച് കായപ്പൊടിയും കൂടി ചേർക്കാം. 1/2 ടീസ്പൂൺ കായപ്പൊടിയും കൂടി ചേർത്തിട്ട് നമുക്കിത് സ്റ്റവിൽ നിന്ന് മാറ്റി വെച്ച് ചൂടാറി കഴിയുമ്പോൾ പൊടിച്ചെടുക്കാം. ഇനി നമുക്ക് മത്തങ്ങയും കുമ്പളങ്ങയും ഒന്ന് വേവിച്ചെടുക്കണം. അതിനു വേണ്ടി ഒരു പാനിലേക്ക് ഈ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കുക. ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുക. ആവശ്യത്തിന് ഉപ്പും കൂടി ചേർക്കാം. എന്നിട്ട് ഇതിലേക്ക് വേകാനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാൻ 2 കപ്പ് വെള്ളം ഇപ്പോൾ ചേർത്തിട്ടുണ്ട്. എന്നിട്ട് സ്റ്റൗവിൽ മീഡിയം ഹീറ്റിൽ നല്ലതുപോലെ 10 മിനിറ്റ് വേവിച്ചെടുക്കാം. 10 മിനിറ്റിന് ശേഷം തുറന്ന് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ മത്തങ്ങ കഷ്ണങ്ങളും കുമ്പളങ്ങ കഷ്ണങ്ങളും നല്ലതുപോലെ വെന്തിട്ടുണ്ട്. ഇതിലേക്ക് പുളിക്ക് ആവശ്യമുള്ള വാളംപുളി വെള്ളം ചേർത്ത് കൊടുക്കാം. ഒരു ചെറിയ നെല്ലിക്ക വലിപ്പത്തിൽ വാളംപുളി 1/2 കപ്പ് വെള്ളത്തിൽ പിഴിഞ്ഞിട്ടാണ് ഇതിലേക്ക് ചേർത്തത്. നിങ്ങൾ അവരവരുടെ ടേസ്റ്റ് അനുസരിച്ചുള്ള പുളി ചേർക്കുക. കൂടുതൽ പുളി ഇതിന് ആവശ്യമില്ല. കഷ്ണങ്ങളെല്ലാം പുളിവെള്ളത്തിൽ ഒരു 2 മിനിറ്റ് തിളക്കട്ടെ. ഈ സമയത്ത് നമുക്ക് പൊടിച്ചെടുത്ത മസാലയിൽ കുറച്ച് വെള്ളം ചേർത്ത് കട്ടയില്ലാതെ കലക്കി നമുക്ക് ഈ കറിയിലേക്ക് ചേർക്കാം. അതുപോലെ ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പിന്നെ ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് എൻ്റെ അടുത്തടുത്ത വീഡിയോസ് ഉറപ്പുവരുത്തുകയും ചെയ്യുക. അപ്പോൾ നമ്മൾ അരപ്പ് ഇതിലേക്ക് ചേർത്തതിന് ശേഷം നല്ലതുപോലെ മിക്സ് ചെയ്യാം. ജാറിലുള്ള അരപ്പ് കുറച്ച് വെള്ളത്തിൽ കലക്കി ഇതിലേക്ക് ചേർക്കാം. നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഈ അരപ്പിൽ കിടന്ന് ഈ കഷ്ണങ്ങൾ നല്ലതുപോലെ ഒന്ന് തിളച്ച് വേകണം. അതിന് നമുക്ക് മൂടി വെച്ച് ഒരു 5 മിനിറ്റ് മീഡിയം ഹീറ്റിൽ വേവിച്ചെടുക്കാം. 5 മിനിറ്റിന് ശേഷം തുറന്നൊന്നുകൂടി ഇളക്കി കൊടുക്കാം. ഈ സമയത്ത് ഉപ്പും പുളിയൊക്കെ പാകമാവണമെന്ന് നോക്കാം. പോരാത്ത ഉപ്പ് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. 2 മിനിറ്റ് തിളച്ചതിന് ശേഷം ഒന്നുകൂടി മിക്സ് ചെയ്യാം. ഇനി ഈ കറിയുടെ രുചി ഒന്ന് കൂട്ടാനായിട്ട് ഒരു ഇൻഗ്രീഡിയൻറ്റ് ചേർക്കാം. ഒരു ചെറിയ കഷ്ണം ശർക്കര ചേർത്തിട്ട് നല്ലതുപോലെ ഇളക്കി കൊടുക്കുക. അപ്പോൾ ഈ കറിക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും.
മധുരമൊന്നും ഉണ്ടാവില്ല, പക്ഷേ ഈ കറി ഒരു അടിപൊളി കറിയായിരിക്കും. നമുക്ക് എത്ര കഴിച്ചാലും മതി വരില്ല. ഈ കറി അത്രയ്ക്ക് ടേസ്റ്റ് ആയിരിക്കും. ഇനി ഇതിലേക്ക് വറവ് ചേർത്ത് കൊടുക്കാം. ഉലുവ, കടുക്, വറ്റൽമുളക്, വേപ്പില വെളിച്ചെണ്ണയിൽ മുപ്പിച്ചതാണ്. അതിപ്പോൾ ചേർത്ത് കൊടുത്തു. ഇനി ഇത് അല്പനേരം മൂടി വെച്ചതിന് ശേഷം നമുക്ക് ചോറിൻ്റെ കൂടെ കഴിക്കാവുന്നതാണ്. നല്ല ടേസ്റ്റുള്ള ഒരു കറിയാണിത്. മത്തങ്ങ കഷ്ണമൊക്കെ വെന്തുടഞ്ഞു പോകരുത്. നമ്മളിങ്ങനെ കൈകൊണ്ട് പ്രസ് ചെയ്താൽ മാത്രമാണ് ഇതിങ്ങനെ ഉടഞ്ഞു പോകുന്നത്. അതേ പാകത്തിലായിരിക്കണം. ഈ കഷ്ണങ്ങൾ ചോറിൻ്റെ കൂടെ നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുത്തിട്ട് കഴിച്ചാൽ വളരെ നല്ല രുചിയാണ്. ചോറിൻ്റെ കൂടെ എത്ര കഴിച്ചാലും മതി വരില്ല. പിന്നെ ഈ കറി തന്നെ അവസാനം നമുക്ക് വേണമെങ്കിൽ കുറച്ച് പച്ചത്തേങ്ങ അരച്ച് ചേർത്തിട്ട് കഴിച്ചാൽ ഇതിലും നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇങ്ങനെ കഴിച്ചാലും നല്ലത് തന്നെയാണ്. തേങ്ങ ചേർത്താൽ അന്ന് തന്നെ കഴിച്ച് തീർക്കണം കേട്ടോ. പിന്നെ തേങ്ങ ചേർക്കാത്ത കറിയാണെങ്കിൽ ഒരാഴ്ച വരെ ഫ്രിഡ്ജിൽ കേടുകൂടാതെ ഇരിക്കും. അപ്പോൾ ചോറിൻ്റെ കൂടെ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ ഈ പുളിങ്കറി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീണ്ടും മറ്റൊരു റെസിപ്പിയുമായി കാണാം. താങ്ക് യു.